കേട്ടറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കാറ്റഗറി 1 ഏപ്രിൽ 2024 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിനി വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി 1 ഏപ്രിൽ 2024 പാർട്ട് 2 മലയാളം. അതിൽ ആദ്യം തന്നെ വന്നേക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 91 മുതൽ 95 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കറിയാം, അറിവ് മനുഷ്യനെ വിമോചിപ്പിക്കുന്നു എന്ന ജ്ഞാനോദയ സങ്കല്പങ്ങളുടെ പരാജയ ഭൂമികയാണ് ആനന്ദിൻ്റെ നോവലുകൾ. മലയാളിത്ത സമൂഹത്തിൽ അധ്വാനം മനുഷ്യന് അന്യമായി തീർന്ന സാഹചര്യം ധനതത്വശാസ്ത്ര, അതായത് തത്വശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് ചിത്രീകരിക്കുന്നുണ്ട്. വിദ്യ മനുഷ്യന് അന്യമായി തീർന്ന് അവനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിൽ ആനന്ദ് ചർച്ച ചെയ്യുന്നുണ്ട്. ഏകലവ്യനും അഭിമന്യുവും ഉദാഹരണങ്ങളാകുന്നു. വെളിച്ചം ദുഃഖമായി തീരുന്ന ഭീഷണമായ ചരിത്രസന്ധികളെ ഇതര നോവലുകളിലും ആനന്ദ് അവതരിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖമില്ലാത്ത ആൾക്കൂട്ടം മാത്രമായി സമൂഹം ഒടുങ്ങുന്ന ഭീകരമായ അന്യവൽക്കരണം ചിത്രീകരിച്ചുകൊണ്ടാണ് ആദ്യ നോവലായ ആൾക്കൂട്ടം ആനന്ദ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായ ആ ചരിത്രഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജോസഫ്, സുന്ദർ, പ്രേം, രാധ തുടങ്ങിയ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവിടെ ആഖ്യാനം മുന്നേറുന്നത്. അഭയാർത്ഥികൾ, മരുഭൂമികൾ ഉണ്ടാകുന്നത്, വ്യാസനും വിഘ്നേശ്വരനും, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്നിവയിലും ചരിത്ര പശ്ചാത്തലമുണ്ടെങ്കിലും വിവിധ ദേശ കാല അവസ്ഥകളിൽ നൈതികത, സ്വാതന്ത്ര്യം എന്നീ സങ്കല്പങ്ങൾ എങ്ങനെ മാറിമറിയുന്നു എന്നും മനുഷ്യാവസ്ഥ അവിടെയെല്ലാം എങ്ങനെ ഒരേപോലെ പീഡനത്തിൽ സ്ഥിതമാകുന്നു എന്നുമാണ് അന്വേഷിക്കപ്പെടുന്നത്. ചരിത്രഘട്ടങ്ങളുടെ ആപേക്ഷികത ഒരു മിഥ്യയാണെന്നും സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനായുള്ള മനുഷ്യൻ്റെ അതിജീവന ശ്രമങ്ങൾ നിരർത്ഥകമാണെന്നും ആവർത്തിക്കുന്ന സന്ദേശം ആനന്ദിൻ്റെ രചനകളിലുണ്ട്. ഇതാണ് ഖണ്ഡിക. ആനന്ദൻ്റെ നോവലുകളിൽ സവിശേഷതകളിൽ പെടാത്ത അത് ഏത്? എ. വെളിച്ചം ദുഃഖമായി തീരുന്ന ഭീഷണമായ ചരിത്രസന്ധികളെ ആവിഷ്കരിക്കുന്നു. ബി. വിവിധ ദേശകാല അവസ്ഥകളിൽ നൈതികതയും സ്വാതന്ത്ര്യവും എങ്ങനെ മാറിമറിയുന്നുവെന്ന് അന്വേഷിക്കുന്നു. ഇനി മനുഷ്യാവസ്ഥ വിവിധ ദേശകാലങ്ങളിൽ എങ്ങനെ ഒരുപോലെ പീഡനത്തിൽ സ്ഥിതമാകുന്നുവെന്ന് അന്വേഷിക്കുന്നു. മുതലാളിത്ത സമൂഹത്തിൽ അധ്വാനം മനുഷ്യനെ വളർച്ചയിലേക്ക് നയിക്കുന്നതിനെ ചിത്രീകരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം മുതലാളിത്ത സമൂഹങ്ങളിൽ അധ്വാനം മനുഷ്യന് അന്യമായി തീരുന്ന സാഹചര്യം. അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരമായിട്ട് വരിക ഡി ആണ്. മുതലാളിത്ത സമൂഹത്തിൽ അധ്വാനം മനുഷ്യന് അന്യമായി തീരുന്നതിനെ കുറിച്ചാണ് ആനന്ദ് പറയുന്നത്. ഇവിടെ മനുഷ്യനെ വളർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് മുതലാളിത്ത സമൂഹത്തിൽ അധ്വാനം മനുഷ്യനെ വളർച്ചയിലേക്ക് നയിക്കുന്നു. അതാണ് ഇതിവിടെ നമുക്ക് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നത് രണ്ടാമത്തത് 92ാമത്തെ ചോദ്യം. ആൾക്കൂട്ടം എന്ന നോവലിന് യോജിക്കാത്ത പ്രസ്താവന. പിന്നെ
മുഖമില്ലാത്ത ആൾക്കൂട്ടം മാത്രമായി സമൂഹം ഒടുങ്ങുന്ന ഭീകരമായ അന്യവൽക്കരണം ചിത്രീകരിച്ചിരിക്കുന്നു. എയും ബിയും സിയും കറക്റ്റാണ്. ആൾക്കൂട്ടം എന്ന നോവലിന് യോജിക്കുന്ന പ്രസ്താവനയാണ്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. നമുക്ക് ഒന്നുകൂടി നോക്കാം. അതാണ് കറക്റ്റായിട്ടുള്ള ഇത്. കാരണം മെട്രോപൊളിറ്റൻ നഗരം ബോംബെ ആണ് അവതരിപ്പിക്കുന്നത്. ഏകലവ്യനും അഭിമന്യു അതിലെ കഥാപാത്രങ്ങളാണ്. ആനന്ദിൻ്റെ ആദ്യ നോവലാണ് ആൾക്കൂട്ടം. അപ്പോൾ പിന്നെ ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഡി ആണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ 5 ചോദ്യത്തിന് കേട്ടോ ഉത്തരം കണ്ടെത്തുക. അടുത്തത് കവിത ഭാഗമാണ്. ഇവിടെ 96 മുതൽ 100 വരെ. അപ്പോൾ ആ കവിത നമുക്ക് ചൊല്ലാൻ പറ്റും. ഉഴുതുമറിക്കുന്നു വയലൊക്കെയും വേർപ്പിൽ മുഴുകി വലിക്കുന്നു ഞങ്ങൾ തൻ ഭാരങ്ങളെ. സംസ്കാരപ്പെരും പിരി ചുരത്തിലൂടെ മഹാ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ നയിപ്പൂ കാലേ കാലേ. പണ്ടേതോ തച്ചൻ വെച്ചു കെട്ടിയ കൂനൻ തൊഴു തുണ്ടതിൻ നിലനിൽപ്പേ ഞങ്ങൾ തൻ സദാചാരം. നിങ്ങളെ മുളയ്ക്കേണ്ടതിലാണയ്യോ ഭയം. ഞങ്ങൾക്കോ നൊരുമ്പിയോ ഒരലകും കോലും മാറ്റാൻ. ലജ്ജയുണ്ടഗാധമാം അഴലുണ്ടെന്നാൽ പോലും ഇജ്ജനത്തിന് കടും കയ്യെന്നേ ചെയ്യാനുള്ളൂ. ഇന്നലെ വരേക്കിനി നാളെയോ മറ്റെന്തുള്ളൂ. ദുർനിവാര്യമേ സമൂഹത്തിനപ്പശബ്ദാചാരം. തൊഴുത്തിലൊതുങ്ങാതെ ആകുമ്പോൾ വൃഷഭത്തിൻ കഴുത്തിൽ കണ്ണീരൊപ്പം പതിപ്പൂ കഠാരഗ്രം. ഇതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കവിതാഭാഗം. ഇത് വെച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ്. അഴൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അഴൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം. എത്ര ശപിക്കപ്പെട്ടതായാലും നിവാരണം ചെയ്യാൻ ഞെരുക്കമുള്ളത് എന്താണ്? എത്ര ശപിക്കപ്പെട്ടായാലും നിവാരണം ചെയ്യാൻ ഇതുള്ളത്, അതായത് നിങ്ങളെ ഭാരങ്ങൾ സംസ്കാരപരം, അതായത് എത്ര ശപിക്കപ്പെട്ടതായാലും നിവാരണം ചെയ്യാൻ ഞെരുക്കമുള്ളത് മഹാപ്രസാചാരങ്ങൾ. സമൂഹത്തിന് നിവാരണം ചെയ്യാൻ ഞെരുക്കമുള്ളത്. പിന്നെ കവി ശബ്ദം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ശപിക്കപ്പെട്ടത്. ശബ്ദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശപിക്കപ്പെട്ടത് എന്നാണ്. അപ്പം ശബ്ദാചാരം, സമൂഹത്തിന് അശബ്ദാചാരം അതെയാകും. അപ്പോൾ അവിടെ ശപിക്കപ്പെട്ടതായിട്ട് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് കൂനന്തൊഴുത്തിലെ കാല് ആചാരങ്ങളെ കേട്ടോ, ആചാരങ്ങളെയാണ് ശബ്ദാചാരങ്ങളെ. ശബ്ദം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആചാരങ്ങളെയാണ്. ഇനി അടുത്തത് വരുന്നത് വലിയൊരു പിരിയൻ ചുരമായി കവി കണക്കാക്കുന്നത് കൂനൻ തൊഴുത്തിനെ ആണ്. സംസ്കാരത്തെയാണോ കൂനൻ തൊഴുത്തിനെയാണോ? നമുക്കൊന്ന് നോക്കാം. പിരിച്ചുരത്തിലൂടെ സംസ്കാരമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക.
കേട്ടോ. സംസ്കാരത്തെ പിരിയൻ ചുരം, വലിയൊരു ചുരത്തിലൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സംസ്കാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി തൊഴുത്തിൽ ഒതുങ്ങാതെ ആവുമ്പോൾ കാളകളെ എന്താണ് ചെയ്യുന്നത്? കാളക്കഴുത്തിൽ കഠാര താഴ്ത്തുക. അതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പം നമ്മൾ ഗദ്യവും പദ്യവും ചെയ്തു. ഇത് കൃത്യമായിട്ട് 2 തവണ വായിക്കുക. വായിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി വരുന്നതിലൊക്കെ നമ്മൾ ഈ ഭാഗം നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. ഇവിടെ 101 ചുവടെ പിരിച്ചെഴുതിയവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? അതായത് ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന. അപ്പോൾ പോയി പ്ലസ് ഇല്ല, ചെയ്യുന്നയാൾ മീതെ ഇരുന്നു വലയിൽ. നമുക്ക് ഓരോന്നും നോക്കാം. ഇത് പോയി പ്ലസ് ഇല്ല ഒരുമിച്ച് ചേരുന്നു. അപ്പോൾ പോയില്ല. അപ്പോൾ അവിടെ ഒരു ഈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോയി എന്നതിൻ്റെ ഒടുവിലെ ഈ പോയി നഷ്ടപ്പെട്ടു. അപ്പം ഇത് ലോപമാണ് വരിക, ലോപം. ഇനി ഇവിടെയോ ചെയ്യുന്നയാൾ എന്നതിനകത്ത് ചെയ്യുന്നയാൾ. അപ്പം അവിടെ ആഗമോ, യാ ആഗമിച്ചു, യാ വന്നു. ഇനി മീതെ ഇരുന്നു, മീതെ പ്ലസ് ഇരുന്നു ഒരുമിച്ച് വരുമ്പോൾ മീതെ ഇരുന്നു. അവിടെയും ആഗമോ, അടാ ആഗമാണ് അവിടെയും വരിക. പിന്നെ അടുത്തത് വലയിൽ. വലയിൽ എന്ന് പറയുമ്പോൾ വല പ്ലസ് ഇൽ ഒരുമിച്ച് വരുന്നപ്പോൾ വലയിൽ. ഇവിടെ യാ വന്നു. ഇനി അടുത്തതെന്താ? വലയിൽ എന്നുള്ളതിലും ആഗമം, യാ വന്നു. അപ്പോൾ അവിടെ യാ വന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തു നോക്കണം. എന്നിട്ട് ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എ ആണ്. ലോപസന്ധിയാണ് എയിലുള്ളത്. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടണം. മൺപാത്രം ഛിന്ന ഭിന്നമായി പോയി. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നനം ലഭിച്ചു. ആന ചിഹ്നം വിളിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള വാക്യം. ആന ചിഹ്നം വിളിക്കുക. ഉച്ചത്തിൽ ആന അലറുന്നതിനാണ് ഇത് പറയുന്നത്. മറ്റത് ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇതാ വേണ്ട. അതിപ്പോൾ ഇങ്ങനെ ഇരട്ടിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചോദ്യചിഹ്നം ഇടണം എന്ന് മതി. അതാണ് ഇവിടെ വേണ്ടത്. ചോദ്യചിഹ്നം ഇടണം. ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇടണം. പിന്നെ ചിഹ്ന ഭിന്നമായി, ഇതല്ല, ഇവിടെ ചിഹ്ന ഭിന്ന. പിന്നെ ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭിച്ചു, അല്ല ചിഹ്നം ലഭിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ശരി, ആന ചിഹ്നം വിളിക്കുന്നു എന്നുള്ള വാക്യമാണ് ശരി. വാക്യശുദ്ധി ചോദിക്കുന്നതാണ്. അത് പഠിച്ചു വെക്കണം. പദശുദ്ധി, വാക്യശുദ്ധി ഒക്കെ മിക്കവാറും ചോദിക്കുന്നുണ്ട്. 99% പറയാവുന്ന 2 ചോദ്യങ്ങളാണ് പദശുദ്ധിയും വാക്യശുദ്ധിയും. അപ്പോൾ ഇവിടെ വാക്യശുദ്ധി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ആന ചിഹ്നം വിളിക്കുന്നു എന്നാണ്. മറ്റിടത്തെല്ലാം വരുന്നതെന്ന് പറയുന്നത് എന്താ? ഈ ഹ്ന ഇവിടെ ചിഹ്ന ഭിന്നമായി പോയി, തകർന്നു പോയി എന്നുള്ള അർത്ഥം. മറ്റിടത്ത് 2 ചിഹ്നം കിട്ടുക എന്നുള്ളത്. ഈ ചിഹ്നം എന്ന് പറയുന്നത് ആന അലറുന്നതിനെയാണ് ചിഹ്നം വിളിക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് 103-ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ദൃശ്യസ്ഥലപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെടുത്തി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്, അതായത് ചാർട്ടുകൾ വായിക്കുക, കൊളാഷ് നിർമ്മിക്കുക, ചിത്രങ്ങൾ തയ്യാറാക്കുക, ഇത് 3ഉം ദൃശ്യസ്ഥലപര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. റേഡിയോ പ്രഭാഷണം അത് ഭാഷാപരമായ ബുദ്ധിക്കേ പറ്റൂ.
ദൃശ്യസ്ഥലവര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ചാർട്ടുകൾ, കൊളാഷ് നിർമ്മാണം, ചിത്രങ്ങൾ തയ്യാറാക്കുക ഒക്കെ ദൃശ്യസ്ഥലവര ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മറ്റുള്ളവയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം വരിക. ഇവിടെ റേഡിയോ പ്രഭാഷണമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി ലേഖന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠിതാക്കളെ സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. ആശയങ്ങൾ കേട്ടെഴുത്തിലൂടെ നൽകുക, ആശയങ്ങളുടെ ദൃശ്യാവതരണം നടത്തുക, സീറ്റിംഗ് ക്രമീകരണങ്ങൾ നടത്തുക, സഹകരണാത്മക ലേഖനം പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ ലേഖനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അവിടെ ആശയങ്ങൾ കേട്ടെഴുത്തിലൂടെ നൽകുക എന്നുള്ളത് ജ്ഞാനനിർമ്മിതി പ്രകാരമുള്ള ക്ലാസ് മുറിയിൽ അരുതാത്ത കാര്യമാണ്. ജ്ഞാനനിർമ്മിതി പ്രകാരമുള്ള ക്ലാസ്സുകളിൽ കേട്ടെഴുത്തിനും കാണാപ്പാടത്തിനും ഒന്നും സ്ഥാനമില്ല. അപ്പോൾ അതാ പറഞ്ഞത്, ആശയങ്ങൾ കേട്ടെഴുത്തിലൂടെ നൽകുക എന്നുള്ളത് ഒഴിവാക്കാം. മറ്റത് എല്ലാം ഇതിൻ്റെ ദൃശ്യാവതരണം, ആശയങ്ങളുടെ ദൃശ്യാവതരണം, ഇതൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന പഠന രീതി ഏത്? നിയമത്തിൽ നിന്നും ഉദാഹരണം, ആദ്യം നിയമം അല്ലെ നിർവചനം പറയുക, പിന്നീട് ഉദാഹരണങ്ങളിലേക്ക് പോവുക. രണ്ട് രീതിയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത്, ആഗമന രീതിയും നിഗമന രീതിയും. ആഗമന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നിരവധി ഉദാഹരണങ്ങൾ തന്ന ശേഷം ആ ഉദാഹരണങ്ങളിൽ നിന്ന് ഇതിലേക്ക് പോകുന്നതാണ്. അതായത് നിയമത്തിലേക്ക് പോവുക അല്ലെ നിർവചനത്തിലേക്ക് പോവുക. തിരിച്ച് പറയുന്നത് നിയമത്തിൽ നിന്നും ഉദാഹരണത്തിലേക്ക് പോകുന്നത് നിഗമന രീതിയാണ്. ആഗമന രീതി തിരിച്ച. ഇനി അപഗ്രഥനവും ഉദ്ഗ്രഥനവും വിശകലനം ചെയ്യുക, പാർട്ടായിട്ട് തിരിച്ച് വിശകലനം ചെയ്യുന്നതാണ് അപഗ്രഥനം. ഇതിനെ എല്ലാം കൂടി, കിട്ടുന്ന ആശയങ്ങളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നടത്തുന്നതാണ് ഉദ്ഗ്രഥന രീതി. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരുന്നത് നിഗമന രീതിയാണ്. ഇനി ആനന്ദിൻ്റെ ശവഘോഷയാത്ര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ചെറുകഥയിലാണ് അത് പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് വരുന്നത്, അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 100 വർഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. അത് 4 ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പദശുദ്ധിയാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പദശുദ്ധി കൃത്യമായിട്ട് പഠിക്കുക. ശതാബ്ദി ഇതാണ് ശരിയായിട്ട് വരിക. ശതാബ്ദി. മറ്റേത് അബ്ധി കടല. ഇവിടെ ശതാബ്ദി വേണ്ട, ശതാബ്ദി വേണ്ട. ഇതാണ് ശരിയായിട്ടുള്ള ശതാബ്ദം. ശതാബ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതാണ് 100 വർഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. ഇനി സാക്ഷിയെ കുറിക്കുന്ന വിഭക്തി ഏത്? സാക്ഷിയെ കുറിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്ന ആള് കർത്താവ്. അപ്പോൾ കർത്താവിനെ കാണിക്കും. ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആള് കർമ്മം. ക്രിയ ചെയ്യുന്നതിന് സഹായിയായിട്ട് നിൽക്കുന്ന ആള്, അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് ക്രിയ ചെയ്യാൻ സഹകരിക്കുന്ന ആളിനെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുക. സാക്ഷികാരകം എന്നൊരു കാരകമുണ്ട്, അതാണ് ഈ പറയുന്നത്. സാക്ഷികാരകം വരുന്നത് സംയോജിക വിഭക്തിയിലാണ്. കർത്താവിനെ സൂചിപ്പിക്കുന്ന കാരകം കർത്തൃകാരകം നിർദ്ദേശികയിൽ വരും. കർമ്മത്തെ സൂചിപ്പിക്കുന്ന കർമ്മകാരകം പ്രതിഗ്രാഹികയിൽ വരും. ക്രിയ ചെയ്യാൻ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് സഹായിക്കുന്ന ആള് സാക്ഷി കാരകത്തിൽ വരും. സാക്ഷികാരകം വരുന്നത് സംയോജിക.
ആധാരികയിൽ വരുന്നത് അധികരണം എന്ന് പറയും. ഉദ്ദേശികയിൽ വരുന്നത് സ്വാമി കാരകമാണ്. പ്രതിഗ്രാഹികയിൽ വരുന്നത് കർമ്മ കാരകമാണ്. ഇങ്ങനെ 3 കാരകങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സംയോജികയിൽ വരുന്നത് സാക്ഷികാരകം എന്ന് വെച്ചാൽ ക്രിയ ചെയ്യാൻ കർത്താവിനോടൊപ്പം നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സാക്ഷി എന്നാൽ ക്രിയയതിൽ കർത്താവിൻ പ്രതിയോഗിയാം എന്ന് പറയുന്നുണ്ട്. അതാണ് സാക്ഷികാരകം. ഇനി അടുത്ത കാരകം നമുക്ക് നോക്കാം. അടുത്തത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? പഠിക്കൽ എന്ന് പറയുമ്പോൾ പടി പ്ലസ് കൽ, കാ ഇരട്ടിക്കും ദിത്വം, കാ ഇരട്ടിക്കുന്നു ദിത്വം. ഇനി നെന്മണി എന്ന് പറയുമ്പോൾ നെൽ പ്ലസ് മണി ഒരുമിച്ച് ചേരുമ്പം ഇൽ പോയി ഇൻ വരുന്നു. കാ ഇരട്ടിച്ച് ഇവിടെ ഇൽ പോയി ഇൻ വരും. അപ്പോൾ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരുന്നതുകൊണ്ട് ആദേശസന്ധി. ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരും. ഇൽ പോയി ഇൻ വരും. അതുകൊണ്ട് ആദേശം എന്ന് പറയും. പിന്നെ വരുന്നത് തളിർത്തു എന്ന് പറയുമ്പം അവിടെ നമുക്ക് എന്താ വരുന്നത്? ഇവിടെ വരുന്നത് തളിർ, തളിർ പ്ലസ് തൂ ആണ് വരിക. തൂ എന്ന് പറഞ്ഞ ഭൂതകാല പ്രത്യയമാണ് തൂ. ആ തൂ ആണ് വരുന്നത്, പ്ലസ് തൂ. അതാണ്. അപ്പോൾ അവിടെയും ദിത്വമാണ് വരുന്നത്. തളിർത്തു. പിന്നെ നെല്ലറ, നെല്ല് പ്ലസ് അറ. ഇവിടെ തായരട്ടിച്ചു, അപ്പം ദിത്വം. തായരട്ടിച്ചു ദിത്വം. ഇവിടെ നെല്ല് പ്ലസ് അറയാണ് അവിടെ സംവൃതോകാരം ലോപിക്കുന്നു. ഇത് ലോപിച്ചു, അപ്പം ലോപസന്ധി. അപ്പം ഇതിനകത്ത് നമുക്ക് ചോദിച്ചേക്കുന്ന ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. നമ്മൾ ഏത് സന്ധി ചോദിച്ചാലും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഊഹിച്ചടിക്കാനായിട്ട് നിൽക്കരുത്, അങ്ങനെ മാർക്ക് കളയുകയും ചെയ്യരുത്. നമ്മളത് കൃത്യമായിട്ട് ആ തരുന്ന ഇത് പിരിച്ചു നോക്കുക. പിരിച്ചു നോക്കിയിട്ട് ഒരു വർണ്ണം നഷ്ടപ്പെട്ടാൽ ലോപം, ഒരു വർണ്ണം പുതിയതായിട്ട് വന്നാൽ ആഗമം, ഒരു വർണ്ണം പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വന്നാൽ ആദേശം, ഒരു വർണ്ണം ഇരട്ടിച്ചാൽ ദിത്വം. ഇങ്ങനെ ഓരോന്നും തിരിച്ചു നോക്കുക. നമുക്കിവിടെ ആദേശസന്ധിക്ക് ഉദാഹരണമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദ്യത്തത് പിരിച്ചു നോക്കുക. പടി അധികം കൽ ഒരുമിച്ച് ചേർന്ന പടിക്കൽ ദിത്വം. ഇനി രണ്ടാമത്തത് തിരിച്ചു നോക്കുക. എന്താ? നെൽ പ്ലസ് മണി, നെന്മണി ആവും. അപ്പം ഇൽ പോയി ഇൻ വന്നു, ഒരു വർണ്ണം പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു. അപ്പോൾ അതുകൊണ്ട് ആദേശസന്ധിയ. ഒന്ന് പോയി മറ്റൊന്ന് വരുന്നത് കൊണ്ട് ആദേശസന്ധി. നമുക്ക് ഉത്തരം ഏതാ കിട്ടേണ്ടത്? ആദേശസന്ധിയുടെ ഉദാഹരണമാണ് കിട്ടേണ്ടത്. ഉത്തരം കിട്ടിയില്ലയോ? പിന്നെ ഇനി അടുത്തതിലോട്ട് പോയി വെറുതെ സമയം കളയണ്ട. എന്ത് ചെയ്യുക? ഇതിൻ്റെ നെന്മണി എന്നുള്ളതാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ട പദം. അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ തളിർത്തു നെല്ലറയൊന്നും നോക്കണ്ട. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോയ്സുകളിലേക്ക് പോവുകയേ ചെയ്യരുത്. അതൊക്കെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് ഒന്നുകൂടെയൊക്കെ ചെയ്ത് നോക്കൂ. പക്ഷേ പരീക്ഷയിലിരുന്നിട്ട് അങ്ങനെ വെറുതെ സമയം കൊല്ലരുത്, സമയം കളയരുത്. ഇനി ലാസ്റ്റിനകത്തെങ്ങാനും ആ ഉത്തരം കിടക്കുന്നെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ കാല് മുതൽ ശിരസ് വരെ എന്ന് അർത്ഥം വരുന്ന പദമേത്? കാല് മുതൽ
ശിരസ് വരെ. അപ്പൊ കാലെന്ന് അർത്ഥമുള്ള പദം പാദം, പാദം. ഇനി ശിരസെന്ന് അർത്ഥമുള്ളത് ചൂട. അപ്പോൾ കാല് മുതൽ ശിരസ് വരെ, അപ്പോൾ പാദ ചൂട രണ്ടും വരണം. അപ്പോൾ അവിടെ നമ്മൾ എന്തെടുക്കും? ആപാദ ചൂടം. ഇതാണ് കറക്റ്റായിട്ട് വരിക, ചൂട. മറ്റേതെടുക്കരുത്, ചൂഠം എന്നൊന്നും എടുത്തുകളെ. ഇവിടെ പാദം അല്ല, പാദമാണ് വേണ്ടത്. ഇത് തെറ്റ്, ഇതെല്ലാം തെറ്റാണ്. ഇതാണ് ശരിയായിട്ട് വരിക, ആപാദചൂടം. കാല് മുതൽ ശിരസ് വരെ എന്നുള്ള അർത്ഥം ഇതിന് കിട്ടും. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളതിൽ വിവേകബുദ്ധി ഇല്ലാത്തവൻ, വിവേക ബുദ്ധി ഇല്ലാത്തവൻ എന്നുള്ളത്. അവിടെ തലതൊട്ടപ്പൻ ശൈലിയാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ. ഇവിടെ പറയുമ്പം കൊമ്പില്ലാ കാള എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ യോജിക്കുക. വിവേകബുദ്ധി ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് കൊമ്പില്ലാ കാള എന്നുള്ള പദമാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അതാണ് ഉത്തരം. ഇനി ജന്മസിദ്ധമായി തന്നെ ഓരോ കുട്ടിക്കും ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ കാരണം വിശദീകരിക്കാൻ ഭാഷാ സ്വീകരണ ഉപകരണം, അതാണ് നമ്മൾ ലാഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതാ. അപ്പോൾ ഭാഷാ സ്വീകരണ ഉപകരണമാണ് എന്ന സിദ്ധാന്തം ഉപയോഗിച്ചത് ആര്? നമുക്കറിയാം, നോം ചോംസ്കിയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. നോം ചോംസ്കിയുടെ ഇതാണ് അതിൽ വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. അതാ ഇവിടം വരെ ഒരു വരി. തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. ഈ വരികളുടെ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക. ഖഗങ്ങളെ, മൃഗങ്ങളെ, വിശാല ഭൂരുഹങ്ങളെ, ഭൃഗഞ്ജലേന മഞ്ജു നോക്കും ഏണശാപകങ്ങളെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തത് സിസ്റ്റർ മേരി ബെനീഞ്ചയുടെ ലോകമേ യാത്ര എന്ന് പറയുന്ന ഒരു കവിതയിലുള്ള വരികളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എണ്ണി നോക്കിയാൽ തന്നെ 16 അക്ഷരം വീതം കാണും. ഒരിക്കലി 4, 2 6, 2 8, 2 10, 2 12, 3 15, 16 അക്ഷരം. ഒന്നാമത്തെ വരിയിൽ 16, രണ്ടാമത്തെ വരിയിൽ തിരിക്കണം 4, 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ 16, രണ്ടാമത്തെ വരിയിൽ 16. വേഗം കണ്ടുപിടിക്കാം നമുക്ക്. ഇതൊന്ന് എണ്ണി നോക്കേ. 4 4 8, 3 11, 3 14, 2 16. അപ്പോൾ ഇവിടെ 16 ഉണ്ട്. ഇവിടെ 2 3 5 മഞ്ജു നോക്കൂ 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ 2 വരിയിലും 16 അക്ഷരം വീതം വരണം. അപ്പോൾ അതിന് തുല്യമാണ് ഇത്. അപ്പോൾ ഉത്തരം എ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അല്ലാതെ കിടന്ന് ഇനി എ കിട്ടി, ഇനി ബിയും സിയും ഡിയും ഒന്നും എണ്ണിക്കൊണ്ട് അവിടെ ഇരിക്കേണ്ട, വിട്ടേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അതാണ് ചെയ്യേണ്ടത്. ഇതിന് എണ്ണി നോക്കി പിന്നെ അങ്ങനെ വരില്ല, ഒരെണ്ണമല്ല ഉത്തരം വരും. എന്തായാലും നമുക്ക് ആദ്യത്തത് തന്നെ തിരിച്ചപ്പോൾ കിട്ടിയപ്പം നമ്മൾ മറ്റുള്ളതിൽ നോക്കിയിരിക്കരുത്. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസം.
പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഇത് ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസമാണ് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം. ക്ലാസ് മുറിയിൽ നിന്ന് ആരെയും പുറന്തള്ളാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനകത്ത് മൂന്ന് കൂട്ടർ വരും. രണ്ട് കൂട്ടരെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നാക്കം നിൽക്കുന്നവരുടെ കുട്ടികളാണ് ഒന്ന്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർ, അതായത് മാനസികമായും ശാരീരികമായും ഒക്കെ പിന്നെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ. അവരാണ് വെല്ലുവിളികൾ, മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്നവർ. അവർ രണ്ടുപേരെയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളുണ്ട്, ദ്രുതപഠിതാക്കളായിട്ടുള്ള കുട്ടികളുണ്ട്, പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ. അവരെ ഒന്നും ഈ പറയുന്ന ഇതിൽ നിന്ന് പിന്തള്ളരുത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കാൾ റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ മികച്ച പഠന സാഹചര്യ സൃഷ്ടിക്ക് ഉപയുക്തമായ 3 ഘടകങ്ങൾ വരുന്ന ശരിയായ ഗണം. ഇവിടെ താദാത്മ്യം, ആധികാരികത, നിരീക്ഷണശക്തി, പ്രതിപക്ഷ ബഹുമാനം, താദാത്മ്യം. ആധികാരികത, നിരീക്ഷണശക്തി, പ്രതിപക്ഷ ബഹുമാനം. താദാത്മ്യം, ആധികാരികത, നിരീക്ഷണശക്തി. സി ആണ് ഉത്തരമായിട്ട് വരിക. ഇതിന് കാൾ റോജേഴ്സിൻ്റെ അഭിപ്രായത്തിൽ അതാണ് വരിക. ഇനി 116 കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ചൊല്ലിൻ്റെ ആശയം. കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന് വെച്ചാൽ വലിയ കുറ്റത്തിന് ചെറിയ ആവശ്യമില്ലാത്തവരെ കുറ്റം ചെയ്യാതെ. ഇതാണ് ശരി. കുളിക്കാതെ കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാവുക, അതാണ് ആ ചൊല്ലിൻ്റെ ആശയം. ഇനി ശരിയായ വാക്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം അത് തെറ്റാണ്. പിന്നെ താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം തെറ്റ്. താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശ്യം, ഇതാണ് ശരി കേട്ടോ. താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന അർത്ഥം. ഇതാണ് ലക്ഷ്യം എന്ന് അർത്ഥം വരുന്ന പദം. ഇനി 118 നിർവിഘ്നം തുടരുക നിങ്ങൾ തൻ പരിശ്രമം. ഇവിടെ നിർവിഘ്നം എന്ന പദം ഏത് സമാസത്തിൽപ്പെടുന്നു? വിഘ്നങ്ങൾ കൂടാതെ എന്ന് വരും. വിഘ്നങ്ങൾ കൂടാതെ എന്ന് പറഞ്ഞാൽ വിഘ്നത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് അവ്യയീഭാവൻ എന്ന സമാസമാണ് അത്. നിർവിഘ്നം, വിഘ്നം കൂടാതെ എന്ന. അപ്പോൾ വിഘ്നത്തിന് അവിടെ പ്രാധാന്യം, പൂർവപദത്തിന് പ്രാധാന്യം വരുന്നത് കൊണ്ട് അവ്യയീഭാവ സമാസമാണ് വരിക. ഇനി തളിർമേനി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം തളിരു പോലുള്ള മേനി എന്നാണ് വിഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സമാസത്തിൽ നിന്ന് 2 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ 1 മാർക്കേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇവിടെ 2 മാർക്കാണ് കിട്ടുന്നത്. ഇനി ഏഷ ഞാൻ കുറ്റം പിഴച്ചുപോയാലെൻ്റെ ശേഷക്രിയയ്ക്ക് ആരും ഇല്ലെന്നതായി വരും. ഇവിടെ കുറ്റം പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അപ്പം ശൈലി 2 ചോദ്യമാണ് ശൈലിയിൽ നിന്ന് വന്നിട്ടുള്ളത്. കുറ്റം പിഴച്ചുപോയാൽ എൻ്റെ ശേഷക്രിയയ്ക്ക് ആരും ഇല്ലെന്നതായി വരും. പ്രതികാരം ചെയ്യുക, പിഴ അനുഭവിക്കുക, കുറ്റം ഏറ്റെടുക്കുക. ഏഷ ഞാൻ കുറ്റം പിഴച്ചുപോയാൽ, കുറ്റം പിഴച്ചു പോവുക, കുറ്റം പിഴച്ചു പോകുക. മരിക്കുക വരില്ല, പ്രതികാരം ചെയ്യുക വരില്ല, പിഴ അനുഭവിക്കുക. കുറ്റം പിഴച്ചു പോവുക,
എന്നുള്ളത്, പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം പിഴ അനുഭവിച്ചാൽ, ശേഷക്രിയയ്ക്ക്, എൻ്റെ മരണത്തിന് ശേഷമുള്ള ക്രിയയ്ക്ക് ആരുമില്ല, കുറ്റം പിഴച്ചു പോവുക, കുറ്റം ഏറ്റെടുക്കുക. അതാ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും കുറ്റം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശേഷക്രിയയ്ക്ക് ആരും ഇല്ലാതെ ആയി വരും. അതാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 2024 ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും 30 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.